നന്ദിനി 2-ന്റെ എപ്പിസോഡ് 4-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം അവർ 3 പേരും കൂടി ഗുരുജിയെ കാണാൻ പോകുന്നു. അവരെ കാണുന്ന ഗുരുജിക്ക് അവരെ ഓർമ്മ വരികയാണ്. അങ്കിള് ഗുരുജിയോട് ദേവസേന ജനനിയെ കണ്ടു എന്നും ജനനിയെ കാണാൻ ഗംഗയെ പോലെയാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ഗുരുജി അത് ഗംഗയല്ല, ഗംഗയുടെ മകൾ ജനനി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അവർ 3 പേര് ഞെട്ടി നിൽക്കുകയാണ്. 18 വർഷം മുമ്പ് അരുണിന്റെ പാലസ് ഇടിഞ്ഞു വീണപ്പോൾ അവിടെ വെച്ച് പ്രഗ്നന്റ് ആയിരുന്ന ഗംഗയും മരിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് സെൽവറാണി. അത് കേൾക്കുന്ന ഗുരുജി അന്ന് നടന്ന സംഭവമെല്ലാം പറയുകയാണ്. നാഗമാണിക്യത്തിന്റെ പൂജയുടെ അവസാന ദിവസം ക്ഷേത്രത്തിൽ വെച്ച് നാഗമാണിക്യം പൂജ ചെയ്യാൻ പോകുന്ന വഴി അരുണ് തിരിച്ച് പാലസിലേക്ക് പോയി എന്നും കുറച്ചു കഴിഞ്ഞ് ഗംഗ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പാലസ് ഇടിഞ്ഞു വീണ് പാലസിലുള്ള എല്ലാവരും മരിച്ചു എന്ന ന്യൂസ് കേട്ട് ഗംഗയുടെ ബോധം പോയി. ഗംഗ കുറെ നാൾ അബോധാവസ്ഥയിലായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഗംഗ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ നോക്കിയ ഗംഗ കുഞ്ഞിന്റെ ശരീരത്തിലെ മാറ്റം കണ്ട് ഷോക്കിൽ. അപ്പോൾ തന്നെ ഗംഗ മരിക്കുകയും ചെയ്തു. ഗംഗയുടെ മകളെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ വളർത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ദേവി അമ്മയായി മാറി എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ദേവസേന സന്തോഷം കൊണ്ട് കരയുകയാണ്. ജനനി സ്വന്തം സഹോദരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ദേവസേന ഗുരുജിയോട് ജനനിയെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗുരുജി ദേവസേനയോട് ജനനി നമ്മളെല്ലാവരെയും പോലെ സാധാരണ ഒരു മനുഷ്യനല്ല. അവൾക്ക് 6 വയസ്സായിരുന്ന സമയം ജനനി പൂജ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കീരി ജനനിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയം ജനനി നാഗമായി മാറുകയും കീരിയുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം കാണുന്ന ഗുരുജി ചില ശ്ലോകങ്ങൾ പറഞ്ഞ് കീരി അവിടെ നിന്ന് ഓടിക്കുകയും ശേഷം നാഗൻ ജനനിയായി മാറുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ഡൗട്ട് തോന്നിയത് കൊണ്ട് ഗുരുജി ജനനിയുടെ ജാതകം നോക്കി. അതിൽ നിന്നും ജനനിയുടെ ജന്മരഹസ്യം അറിയാൻ കഴിഞ്ഞു. ജനനി ഒരു ഇച്ഛാധാരി നാഗകന്യകയാണ്. എല്ലാ മാസവും തുടർച്ചയായി പൂജ ചെയ്യുന്നത് കൊണ്ടാണ് ജനനി മനുഷ്യനായി ഇപ്പോഴും ജീവിക്കുന്നത്. ഈ പൂജ മുടങ്ങിയാൽ ജനനിക്ക് നമ്മുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദേവസേന പൂജയ്ക്ക് ഒരു മുടക്കവും സംഭവിക്കില്ല എന്നും ജനനി എനിക്ക് സഹോദരി മാത്രമല്ല എനിക്ക് അമ്മയുമാണെന്ന് സെന്റിമെന്റായി ഇമോഷണലായി ദേവസേന പറയുന്നത് കേൾക്കുന്ന ഗുരുജി ജനനിയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. എന്നിട്ട് ജനനിയോട് ദേവസേന ജനനിയുടെ സ്വന്തം സഹോദരിയാണെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷം കൊണ്ട് അവർ 2 പേരും കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ട അങ്കിളും മുത്തശ്ശിയും ഗുരുജിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഗുരുജി ജനനിയോട് ദേവസേനയുടെ കൂടെ പോകാൻ പറയുകയാണ്. അത് കേട്ട് വിഷമം വരുന്ന ജനനി ഗുരുജിയോട് അവരെ വിട്ടു പോകാൻ കഴിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ജനനി ഇന്നല്ലെങ്കിലും നാളെ നിനക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ, അത് നേരത്തെ നടക്കുന്നതല്ലേ നല്ലതെന്ന് ഗുരുജി പറയുന്നത് കേട്ട് മനസ്സോടെ നിൽക്കുകയാണ് ജനനി. ശേഷം ജനനി ആശ്രമത്തിലുള്ള എല്ലാവരോടും യാത്ര പറയാൻ പോകുമ്പോൾ അവരെല്ലാവരും ജനനിയോട് പോകണ്ട എന്നും അവരുടെ ഗ്രാമത്തിലെ രക്ഷകയും ദേവിയുമാണ് ജനനി എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ഗുരുജി അവരോടെല്ലാവരോടും ഓരോന്നും പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. തുടർന്ന് ജനനി ദേവസേനയുടെ കൂടെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ പുരുഷോത്തമൻ വിലാസിനിയെ ഫോണിൽ വിളിച്ചിട്ട് ദേവസേനയുടെ അനിയത്തിയെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ്. ആരതി ഒഴിയാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കാൻ പറയുകയാണ്. ദേവസേനയെ പോലും അവർക്ക് താമസിപ്പിക്കാൻ ഇഷ്ടമല്ല. അപ്പോഴാണ് ദേവസേനയുടെ അനിയത്തിയെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിലാസിനി. ഈ സമയം ജനനിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ദേവസേന ജനനിയെ അമ്മയെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അത് കേൾക്കുന്ന ജനനി ചേച്ചിയേക്കാളും പ്രായം കുറവായതുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ട എന്ന് പറയുകയാണ്. ഇപ്പോൾ അമ്മ എന്ന് വിളിച്ച് ശീലിച്ചു പോയി, പതുക്കെ മാറ്റാമെന്ന് പറയുകയാണ് ദേവസേന. ശേഷം അവരെല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുന്ന ജനനിയെ ജോലിക്കാര് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നു. ജനനി ഗുരുജി കൊടുത്തു വിട്ട നാഗമാണിക്യവുമായാണ് വരുന്നത്. ജനനിക്ക് എന്തെങ്കിലും അപകടമോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലോ നാഗമാണിക്യം ജനനിയെ രക്ഷിക്കുമെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. ജനനി അകത്തേക്ക് കാല് വയ്ക്കുന്നതും ആ വീട്ടിൽ ഒരു മാന്ത്രിക കവചം ഉണ്ടാവുകയാണ്. ഈ കാര്യം അഷ്ടവക്ര അറിയുകയാണ്. അഷ്ടവക്ര തന്റെ ശക്തിയിലൂടെ ജനനിയുള്ള വീട് കാണുകയാണ്. ജനനിയെ കാണുന്ന വിലാസിനി ഞെട്ടി നിൽക്കുകയാണ്. ജനനി അവിടെ താമസിക്കുന്നത് ഇഷ്ടമില്ലാതെയാണ് വിലാസിനിയും പ്രണവും നിവേദിതയും നിൽക്കുന്നത്. ദേവസേന പ്രണവിനോട് നിവേദിതയോടും എന്നെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ ജനനിയെ കാണണമെന്ന് പറയുകയാണ്. ശേഷം അവിടെ നിന്ന് പോകുന്ന ജനനി നാഗമാണിക്യം കൊണ്ടുപോയി പൂജാമുറിയിൽ വയ്ക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുകയാണ്.
തുടർന്ന് അരുണിന്റെയും ഗംഗയുടെയും ഫോട്ടോ കാണുന്ന ജനനി വിഷമം കൊണ്ട് കരയുകയാണ്. ജനനി ആദ്യമായാണ് അച്ഛനെയും അമ്മയെയും കാണുന്നത്. അതിന്റെ സന്തോഷം കൊണ്ട് ജനനി കരയുകയാണ്. മറുവശത്ത് അഷ്ടവക്രയുടെ അച്ഛന്റെ ആത്മാവ് എങ്ങനെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവ് പറയുന്നത് പോലെ തന്നെ അഷ്ടവക്ര ചെയ്യുകയാണ്. കാലചക്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നാഗമാണിക്യം കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ് ആത്മാവ്. ജനനി ആശ്രമത്തിൽ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെയാണ് ആ വീട്ടിലും കഴിയുന്നത്. ഫുഡ് കഴിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം ജനനി ശീലിച്ച രീതിയിൽ തന്നെയാണ് തുടരുന്നത്. മറുവശത്ത് നമ്പൂതിരിയുടെ ആത്മാവ് അഷ്ടവക്രയുടെ ശത്രുവിനെ അഷ്ടവക്രയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് ജനനിയായിരുന്നു. ജനനിയാണ് അഷ്ടവക്രയുടെ ശത്രു എന്ന് അറിയുന്ന അഷ്ടവക്ര അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ശേഷം ജനനി ചെയ്യുന്നതെല്ലാം തന്റെ മാന്ത്രിക ശക്തിയിലൂടെ അഷ്ടവക്ര കാണുകയാണ്. ജനനി ചെയ്യുന്നതിലെല്ലാം തെറ്റ് കാണുന്ന വിലാസിനി ജനനി അതെല്ലാം പറഞ്ഞ് വഴക്ക് പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് ജനനി നിൽക്കുന്നതെല്ലാം അഷ്ടവക്ര കാണുന്നു. അഷ്ടവക്രയ്ക്ക് ജനനിയെ ഇഷ്ടമല്ലാത്തവർ ആ വീട്ടിലുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അഷ്ടവക്ര ജനനിയുടെ ബ്ലഡ് കൊണ്ടുവരാൻ പറഞ്ഞ് ഒരു ശിഷ്യനെ പറഞ്ഞു വിടുകയാണ്. ഈ സമയം കിച്ചണിൽ വരുന്ന ജനനി കിച്ചണിലുള്ളതെല്ലാം കണ്ട് അതിശയത്തോടെ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന ദേവസേന കിച്ചണിലുള്ള എല്ലാ സാധനങ്ങളും അതുകൊണ്ടുള്ള ഉപയോഗങ്ങളും ജനനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുക്കറിന്റെ വിസിൽ സൗണ്ട് കേട്ട് പേടിക്കുകയാണ് ജനനി. അത് കാണുന്ന ദേവസേന ജനനിക്ക് കുക്കറിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം അഷ്ടവക്ര പറഞ്ഞു വിട്ട ശിഷ്യൻ അവിടെയുള്ള ജോലിക്കാരന്റെ രൂപം മാറി അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ജനനിയുടെ കയ്യിലെ വിരൽ മുറിയുകയാണ്. അതറിയുന്ന ദേവസേന ജനനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം അഷ്ടവക്രയും കാണുന്നുണ്ട്. അഷ്ടവക്രയുടെ ശിഷ്യന് അഷ്ടവക്ര തന്റെ ശക്തിയിലൂടെ ബ്ലഡ് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന ശിഷ്യൻ ജനനിയുടെ ബ്ലഡുമായി അവിടെ നിന്ന് പോകുന്നു. ദേവസേന ജനനിയുടെ കൈവിരൽ ഡ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. മറുവശത്ത് അഷ്ടവക്രയുടെ അടുത്ത് വരുന്ന ശിഷ്യനോട് ബ്ലഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു മുമ്പ് നടന്ന സംഭവം അയാൾ പറയുകയാണ്. അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം അയാളുടെ കയ്യിലെ ബ്ലഡ് കാണുന്ന അവിടുത്തെ ജോലിക്കാരി അയാളുടെ കയ്യിലുള്ള ബ്ലഡ് തുടച്ചു കളയുകയാണ്. ഇതെല്ലാം അറിയുന്ന അഷ്ടവക്രയ്ക്ക് ദേഷ്യം വരികയാണ്. അഷ്ടവക്ര ദേഷ്യം കൊണ്ട് അലറി വിളിക്കുകയാണ്. ഇതറിയുന്ന നമ്പൂതിരിയുടെ ആത്മാവ് അഷ്ടവക്രയോട് ആ വീട്ടിൽ ഏതോ ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തി എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അഷ്ടവക്ര ഒരു മാന്ത്രിക ഈച്ചയെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. ഈച്ച വഴി ആ വീട്ടിന്റെ അകത്ത് നടക്കുന്നതെല്ലാം അഷ്ടവക്രയ്ക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന ജനനിയെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നാഗരൂപത്തിൽ കാണുകയാണ്. അത് കാണുന്ന അഷ്ടവക്രയ്ക്ക് ജനനി ഒരു ഇച്ഛാധാരി നാഗകന്യകയാണെന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന അഷ്ടവക്ര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ വിഷമിച്ചു നിൽക്കുകയാണ് ജനനി. അപ്പോൾ അവിടെ വരുന്ന ദേവസേനയോട് ജനനി എന്ത് ചെയ്താലും അത് മറ്റുള്ളവർക്ക് തെറ്റായി തോന്നുകയാണ്. ആർക്കും ജനനിയെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ജനനി വിഷമിച്ച് നിൽക്കുന്നത്. പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് ദേവസേന ജനനിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ പ്രണവിന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ വരികയാണ്. അവർ ചായ കൊടുക്കുന്ന ജനനിയെ കളിയാക്കാൻ വേണ്ടി ജനനിയോട് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. ഭാഷ മനസ്സിലാകാത്തത് കൊണ്ട് ജനനി വിഷമിച്ച് നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന അവർ ജനനിയെ ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. അതിൽ വിഷമം വരുന്ന ജനനി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു. ജനനി കരഞ്ഞുകൊണ്ട് പോകുന്നത് ജനനിയെ കാണാൻ വരുന്ന ആശ്രമത്തിലെ രാമമൂർത്തി കാണുന്നു. രാമമൂർത്തി ജനനിയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരോട് രാമമൂർത്തി സംസ്കൃതത്തിൽ സംസാരിക്കുകയാണ്. ആ ഭാഷ മനസ്സിലാകാതെ അവർ നിൽക്കുന്നത് കാണുന്ന രാമമൂർത്തി ഭാഷയുടെ ഉപയോഗത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതെല്ലാം കേൾക്കുന്ന അവർ ചമ്മി നിൽക്കുകയാണ്. ശേഷം രാമമൂർത്തി വിഷമിച്ച് നിൽക്കുന്ന ജനനിയോട് ഒരു ഭാഷ പഠിക്കാൻ പാടാണ്, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ജനനിക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുകയാണ്. മറുവശത്ത് നമ്പൂതിരിയുടെ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അതികഠിനമായ പൂജയെല്ലാം ചെയ്യുകയാണ് അഷ്ടവക്ര. ഈ സമയം മറുവശത്ത് ജനനിക്ക് പഠിക്കാൻ വേണ്ടി ദേവസേന പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങുകയാണ് ദേവസേന. അഡ്മിഷൻ കിട്ടുന്ന ദേവസേന സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ കോളേജിൽ പോകാൻ വേണ്ടി ജനനിയെ കാത്തു നിൽക്കുകയാണ് പ്രണവും നിവേദിതയും. ജനനി ഇട്ടുകൊണ്ടുവരുന്ന ഡ്രസ്സ് കാണുന്ന അവർ ജനനിയെ കളിയാക്കുകയാണ്. ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് കോളേജിൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണുന്ന വിലാസിനി അവരോട് കോളേജിലേക്ക് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അവർ രണ്ടുപേരും കോളേജിലേക്ക് പോകുന്നു. അവർ പോകുന്നത് കാണുന്ന ദേവസേന ജനനിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയും പുതിയ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ജനനിയുമായി ദേവസേന പുറത്തു വരികയും ചെയ്യുന്നു. ജനനിയുടെ ഡ്രസ്സ് കണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് പൂജയുടെ അവസാനം ഒരു നാഗം വരുന്നു. ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആ നാഗത്തിനെ അഷ്ടവക്ര ശക്തി പ്രയോഗിച്ച് 5ആയി മുറിക്കുകയാണ്. അപ്പോൾ ആ നാഗത്തിന്റെ 5 പീസ് 5 പേരായി മാറുന്നു. ആ 5 പേർക്ക് 5 ശക്തികൾ ഉണ്ട്. അഷ്ടവക്രയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവരെ പൂജ
പൂജ ചെയ്ത് വരുത്തിയത്. അതിൽ കണ്ണുകൊണ്ട് എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളും, പ്രകൃതിയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളും, എപ്പോൾ വേണമെങ്കിലും അപ്രത്യക്ഷമാകാൻ കഴിയുന്ന ആളും, ഏത് മൃഗത്തിന്റെയും പക്ഷിയുടെയും ശരീരത്തിൽ കയറാൻ കഴിയുന്ന ശക്തിയുള്ള ആളും, ഭൂമിയിൽ എവിടെ വേണമെങ്കിലും പോകാനും നടക്കാനും കഴിയുന്ന ആളുകളുമാണ് അഷ്ടവക്രയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവർ ജനനി പഠിക്കാൻ പോകുന്ന കോളേജിൽ വരികയും അവിടെയുള്ള പ്രിൻസിപ്പലിനെ കൺട്രോൾ ചെയ്ത് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുന്നു. ഷർബ കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മറ്റു 4 പേർ ആ കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഇതെല്ലാം അഷ്ടവക്ര കാണുന്നുണ്ട്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്